Watch India's largest kids library only on Jio Hotstar. Download the app now. ഞങ്ങള് വെയിറ്റ് ചെയ്യാ കുറെ നേരമായി. അതെ, ഈ വടി എങ്ങനെ പെട്ടെന്ന് എന്റെ കയ്യിൽ വന്നത്? ഞാൻ പറഞ്ഞുതരാം. നമ്മള് തമാശ കാണാൻ വന്നതാ. ഇപ്പൊ നമ്മുടെ തമാശ എല്ലാവരും കാണുന്നേ. വേഗം പോകാൻ നമുക്ക് ഇവിടുന്ന്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നാട്ടുകാരെ, ഈ ഷോ ഇനിയും കുറെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് കാണൂ കാണൂ കാണൂ. എന്റെ ഈ കയറിന്റെ അത്ഭുതം എന്തെന്ന് കണ്ടറിയൂ. എന്റെ അമ്മോ, ഇതെന്റെ കയ്യിലെങ്ങാനും കിട്ടുമായിരുന്നെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് നടന്നേ. ഏത് ബാങ്കിന്റെ ഉയരങ്ങളിൽ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ചെല്ലാൻ കഴിയുക. അടിപൊളി സംഭവം തന്നെ. കൂട്ടുകാരെ, ഈ കയറ് ഞാൻ പറയുന്നത് എല്ലാം തന്നെ അനുസരിക്കാറുണ്ട്. ഞാൻ പറയുന്ന എല്ലാ ജോലിയും ചെയ്യാറുണ്ട്. വിശ്വാസമില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്വന്തം കണ്ടുകൊണ്ട് കണ്ടു നോക്ക്. അതുകൊണ്ട് കയറാണി, ചെല്ല്, എല്ലാവരുടെ അടുത്ത് ചെല്ല്. എന്നിട്ട് നിന്റെ സമ്മാനം ഏറ്റുവാങ്ങ്. ബോസ് ബോസ്, ടിവി വേണോ? ഇട്ടോ ഇട്ടോ എടാ ബന്ധബുദ്ധികളെ, നിങ്ങളെന്നെ തകർത്ത് കളയല്ലോ. എന്തുവാണ് ഈ കാണിക്കുന്നത്? ഹലോ ചിങ്കം സർ, ഞാൻ ഗോൾചോക്ക് ബിൽഡിംഗ് നമ്പർ 13 ഫ്ലാറ്റ് നമ്പർ 77 വിളിക്കുകയാണ്. എന്റെ വീട്ടിലെ കള്ളം കയറി സാറേ. ഡോണ്ട് വറി, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. Why fear when Chingam is here? മോട്ടു പത്ലു, നമ്മുടെ നഗരത്തിൽ മോഷണം കൂടിയിട്ടുണ്ട്. വരൂ, നമുക്കത് കണ്ടുപിടിക്കണം. എന്റെ അമ്മോ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? നിങ്ങൾ എല്ലാ വാതിലും അടച്ചു വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ കബോർഡും ഭദ്രമായി തന്നെ പൂട്ടിവെച്ചിട്ടുണ്ട്. പിന്നെ ആ കള്ളൻ എങ്ങനെ അകത്തേക്ക് കേറി? സാർ, എനിക്ക് തോന്നുന്നു ജനൽ വഴി വന്നതായിരിക്കും. ഇത് രാത്രി മുഴുവൻ തുറന്നിരിക്കുകയായിരുന്നു.
അതെ വലിയേട്ടാ, ഈ 10 ഫ്ലോർ കയറി ആരാ മോഷ്ടിക്കാൻ വരിക? ഒരു ഏണി പോലും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഇത്രയും മേളിൽ കയറി വന്നിട്ടുണ്ടാവുക? ഇനിയിപ്പോ ഞാനെന്താ പറയാ മോട്ടു, ഇവിടെ ഒരു തുരങ്കം പോലും കാണുന്നില്ല. കേറി വരാൻ പാകത്തിന് ഇവിടെ പൈപ്പുകളൊന്നും കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയായിരിക്കും ആ കള്ളം കയറി വന്നിട്ടുണ്ടാവുക? ഞാനൊരു ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കല്ലേ, അതിനെന്തിനാ നിങ്ങൾ കിടന്നിങ്ങനെ നിലവിളിക്കുന്നേ? ഇനി കള്ളൻ ഒരിക്കലും വരില്ല. All our wife here when Chingam sir is here. എന്റെ അമ്മോ മോട്ടു, താനൊന്ന് താഴേക്ക് നോക്ക്. പത്തലു, രക്ഷിക്കണേ! ഇത്രയും കളവ് ഇവിടെ നടന്നിട്ടുണ്ട്. എന്തേലും ഒരു തെളിവ് തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾ എന്തേലും ഒരു ശബ്ദം കേട്ടിരുന്നോ? ഒന്ന് കാര്യമായിട്ടല്ല സാർ, പക്ഷെ ഒരു മകുടിയുടെ ശബ്ദം കേൾക്കൊണ്ടായി. അതെ, ശരിയായി പറയണം, ഞാനും ആ ശബ്ദം കേട്ടു. ഞാൻ വിചാരിച്ച് ഏതോ ഒരു പാമ്പാട്ടി അയാളുടെ ഷോ ചെയ്തോണ്ടിരിക്കുകയാണെന്നാ. എന്നാ പിന്നെ ഈ മോഷണം നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പാമ്പാട്ടി തന്നെ ആയിരിക്കും. ഏതായാലും ഈ നഗരത്തിലെ പാമ്പാട്ടികളൊക്കെ പിടിച്ച് ഇപ്പൊ തന്നെ ഞാൻ അകത്താക്കും. ഏയ് പറ, വേഗം പറ, നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവൂ. പറഞ്ഞോ, നിങ്ങളിൽ ആരാണ് ഈ മോഷണം ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ ഇളനീര് വീഴ്ത്തി ഞാൻ നിങ്ങളെ തലമണ്ട പൊളിച്ചിരിക്കും, സൂക്ഷിച്ചോ. ഇതൊരു തലവേദനയാ. പോലീസുകാരാണെങ്കിൽ വടി കൊണ്ട് തല്ലുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ തേങ്ങ കൊണ്ട് തല്ലുന്നത് ഇത് ആദ്യമായിട്ടായി കാണണേ. എന്റെ സാറേ, ഞാൻ ഈ കള്ള ഒന്നും ചെയ്തില്ല സാറേ. ഞങ്ങൾ ഈ പാമ്പിന്റെ ഷോയൊക്കെ ചെയ്താണ് ഞങ്ങളുടെ ജീവനമാർഗം കഴിച്ചു കൂട്ടുന്നത്. അതെ സാറേ, എന്റെ കയ്യിലാണെങ്കിൽ ഇപ്പൊ കയറും മകുടിയും ഒന്നുമില്ല സാറേ. ആരോ എന്റെ കയറും മകുടിയും കട്ടെടുത്തോണ്ട് പോയതാ സാറേ. എന്റെ കയറ് ഉപയോഗിച്ച് ഇപ്പൊ ആരോ നല്ല പൈസ ഉണ്ടാക്കണ്ട് സാറേ. എന്നിട്ട് ഞാനിങ്ങനെ ജയിലിലിരുന്ന് ഇവിടെ ഇങ്ങനെ. മാജിക്കിന്റെ കയറോ? അതെന്ത് കയറാന്ന് പറ. അത് ഞാനിങ്ങനെ മകുടി ഊതുമ്പോ അതിങ്ങനെ ഇങ്ങനെ യെസ്, ഉറപ്പാണ്. അപ്പൊ ജോൺ ആയിരിക്കും ആ കയറ് കൊണ്ടുപോയിരിക്കുന്നത്. അവൻ ആ മകുടി ഊതി കയറിനെ കാറ്റിൽ പറപ്പിച്ചിട്ടുണ്ടാവും. 10-12 നില കെട്ടിടത്തിന്റെ മുകളിൽ കയറി ഈസിയായി കൊള്ളയടിച്ച് പോയിട്ടുണ്ടാവും. അതെ പത്തലു, നീ പറഞ്ഞത് ശരിയാണ്. വരൂ, നമുക്ക് കണ്ടുപിടിക്കാം. ആ കയറാണെങ്കിൽ കയ്യില് മകുടി ഉള്ളവരെ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. ഞാൻ വേറൊരു മകുടിയും തരാം. ഇത് വായിച്ചാലേ ആ കയറ് തങ്ങള് പറയുന്നതും കേൾക്കും. വേഗം വാ മോട്ടു, ജോണിനെ ഒരു പാഠം പഠിപ്പിക്കണം. ഇനി നമ്മുടെ ഊഴമാണ്. അതെ ജോൺ, മര്യാദക്ക് താഴേക്ക് വന്നോ, ഇല്ലെങ്കിൽ മേളിൽ നിന്ന് തന്നെ കറങ്ങേണ്ടി വരും. മോട്ടു പത്ലു, ഇനി നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിക്കാൻ മുകളിലേക്ക് വാടാ, കേറി വാടാ. എന്റെ മോട്ടു എന്തായി ചെയ്യുന്നത്? നമ്മുടെ കയ്യിലല്ലേ ഈ മകുടി ഇരിക്കുന്നത്. കയറേ കയറേ, ആ ജോണിനെ അവിടെ ഇട്ട് കറക്ക്. എന്റെ പത്തലു, നീ എന്തായി കാണിക്കുന്നേ? എന്നെ വിട്, എന്നെ അടിക്കരുത്. പത്ലുവിനെ പോയി അടിക്ക്. എന്താ ഇത്? എന്നെ വിട്. വേണ്ട വേണ്ട, അങ്ങനെ വിട്ട് കളയല്ലേ. നോക്കൂ കയറാടി, ആ പത്ലുവിനിട്ട് തലങ്ങും വിലങ്ങും അടിക്കേ. നന്നായി കൊടുക്കേ. ജോൺ, ജോൺ, എന്റെ കൂട്ടുകാരന് വെറുതെ വിട്ടേക്കൂ. നീ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്തോളാം. ആ മകുടി ഫോട്ടോ എടുക്കാൻ കൊണ്ടുവന്നതാണോ? വേഗം എടുക്ക്, എന്നിട്ട് ഊത്. വേഗം വന്ന് ഊത്. സോറി സോറി. കയറ് റാണി പത്ലൂന് വിട്ടേക്കൂ, എന്നിട്ട് ജോണിനിട്ടൊരു പണി കൊടുക്ക്. എന്റെ മോട്ടു എന്നെ സഹായിക്കാൻ പറഞ്ഞിട്ട് എന്റെ പണി തീർക്കാൻ നോക്കുകയാണോ? ജോണിനിട്ടൊരു പണി കൊടുക്ക്. അടിവാങ്ങി മരിക്കാൻ പോവാണോ അതോ മകുടിയെടുത്ത് ഊതാൻ പോവാണോ? ആ മകുടി എന്റെ കയ്യിൽ നിന്ന് താഴെ വീണു, അതെടുത്ത് ഊതടാ.
എടാ തടിയ പറ നിങ്ങൾക്ക് തടി മാത്രമല്ലോ കാറ്റൊന്നും വരത്തില്ലേ ഇങ്ങ് താടാ ഞാൻ ഒതി കടിക്കാം ഇങ്ങ് താടാ കയറാടി ബൊട്ടൂനെ 10 രൂപ അടിക്കേ അതെ എന്നെയല്ല ജോണിനെ പോയി തല്ല്. അല്ല അല്ല അവനെ എന്നെയല്ല അവനെ അവനെ എന്നെയല്ല അവനെ 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 എന്റെ പത്തലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. കയറ് റാണി ആ ജോണിന്റെ മകുടി വാങ്ങിച്ചെടുക്ക്. കയറാണി ജോണിന് നല്ലപോലെ ഇടി കൊടുക്ക്, നല്ലപോലെ ഇടി കൊടുക്ക്. അവൻ മോഷ്ടിക്കുന്നതന്നെ ഇനി മറന്നു ചിങ്കം സാറേ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. ജോൺ യു ആർ അണ്ടർ അറസ്റ്റ്. അല്ല പാമ്പാട്ടി, ഇതാ നിങ്ങളുടെ മകുടി. കയറും മകുടിയും വേഗം ഇവിടുന്ന് കൊണ്ടുപോയിക്കോ. എന്താ സന്തോഷായില്ലേ? നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് സാർ. എന്റെ പൊന്നു കയറാണ് ഞാൻ മകുടി ഊതുന്നത് നിർത്തിയില്ല പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നത്? ഇനി എങ്ങനെ എന്നെ ഒന്ന് വിടാൻ മേലെ അല്ല ആ കയറെന്തിനാ അവനെ വീണ്ടും വീണ്ടും ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുന്നത്? അതെ കയറ് നല്ല ദേഷ്യത്തിലാ. ആ ദേഷ്യത്തിലാ അതുകൊണ്ടാ ഇങ്ങനെ നല്ല അനത്തനത്തന. Watch India's largest kids library only on Jio Hotstar. Download the app now.